Hello students, we are continuing with replacing Cartesian equations by equivalent polar equations. First, see the question. Cartesian form x square by 9 plus y square by 4 equal to 1. We have to find the polar form. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ സിമ്പിൾ പ്രോബ്ലംസ് ചെയ്തിരുന്നു. ഇത് കുറേ കൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഡിഫിക്കൽട്ട് എന്ന് വിചാരിക്കരുത്. പോളാർ ആക്കണം. എന്താ ചെയ്യേണ്ടത്? എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ ആൻഡ് വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ ഇൻ ദ ഗിവൺ ഇക്വേഷൻ. യു ഗെറ്റ് എക്സ് സ്ക്വയർ ബൈ 9 ആർ സ്ക്വയർ ആർ കോസ് തീറ്റ എന്ന് തന്നെ എഴുതിയേക്കാം. എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 9 plus y equal to r sin theta whole square divided by 4 equal to 1. Then r square cos square theta divided by 9. ഞാൻ 9 into 4 കൊണ്ട് രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ 4r square cos square theta plus 9r square sin square theta 9r square sin square theta equal to 4 into 9 കൊണ്ട് എല്ലാം മൾട്ടിപ്ലൈ. അപ്പോൾ 1 into 4 into 9 equal to 36. ഇതിനെ ഇനി നമുക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ 4r square ഇവിടെ 9r square കമ്പൈൻ ചെയ്യുന്ന കേസൊന്നും ആലോചിക്കാനില്ല. Therefore this is the solution. Then we can move to another equation. We replace the Cartesian equation. Question number 2. Cartesian equation x minus 3 whole square plus x minus 3 whole square plus y plus 1 whole square equal to 4. X minus 3 whole square plus y plus 1 whole square equal to 4. Substitution same തന്നെയാണ്. Substituting x equal to r cos theta, y equal to r sin theta. We get the answer here also. അപ്പോൾ നിങ്ങൾ എക്സാമിന് ആൻസർ എഴുതുമ്പം സബ്സ്റ്റിറ്റ്യൂട്ടിങ് എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്ന് തന്നെ എഴുതുന്നത് വളരെ നല്ലതാണ്. ആർ കോസ് തീറ്റ എന്ത് കിട്ടും? -3 ഹോൾ സ്ക്വയർ പ്ലസ് വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ. ആർ സൈൻ തീറ്റ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ minus 2 into r cos theta into 3. So 6r cos theta plus 9 b square type. Then plus r square sin square theta a minus b whole square form തന്നെയാണ് വീണ്ടും ഉപയോഗിക്കുക. a plus b whole square form. r square sin square theta plus 2ab ടേമിൽ plus 2r sin theta എന്നാവും plus 1 equal to 4 എന്നായി. Then we can rewrite it using some simplifications. r square cos square theta, r square sin square theta കാണുന്നുണ്ട്. അതുകൊണ്ട് r square into cos square theta plus r square cos square theta, r square sin square cos square theta plus sin square theta കമ്പൈൻ ചെയ്തെടുക്കുന്നു. Then minus 6r cos theta, പിന്നെ കമ്പൈൻ ചെയ്യാനൊന്നും പറ്റത്തില്ല. minus 6r cos theta plus 2r sin theta plus 2r sin theta equal to എന്ത് കിട്ടും? equal to right സൈഡിൽ 4, ലെഫ്റ്റ് സൈഡിൽ 9 plus 1 10. that is minus 10 minus 4. ഈ സൈഡിൽ എഴുതുന്നെങ്കിൽ ആ സൈഡിൽ എഴുതാം. അപ്പോൾ ആ സൈഡിൽ എഴുതുന്നെങ്കിൽ പ്ലസ് 6 നമുക്ക് എഴുതാം. പ്ലസ് 6 ഈക്വൽ ടു 0. ഇവിടെ പ്ലസ് 10ഉം റൈറ്റ് സൈഡിൽ പ്ലസ് 4 ഉണ്ട്. റൈറ്റ് സൈഡിൽ പ്ലസ് 4 ഇങ്ങോട്ട് വരുമ്പോൾ ഇതിനെ നമുക്ക് പ്ലസ് 10 മൈനസ് 4, ദിസ് ഇസ് 10 മൈനസ് 4, ദാറ്റ് ഇസ് 6 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ആർ സ്ക്വയർ ഈക്വൽ ടു ബാക്കി ടേംസിനെല്ലാം അങ്ങോട്ട് മാറ്റിയ 6r കോസ് തീറ്റ മൈനസ് 2r സൈൻ തീറ്റ മൈനസ് 2r സൈൻ തീറ്റ മൈനസ് 6 എന്ന് വേണമെങ്കിലും എഴുതാം. ഇതിലേതെങ്കിലും ഒരു ഫോമിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാം. That is a second question. Then we can move to a third question. Given the Cartesian form x square plus y minus 2 whole square. Third one.
x square plus y minus 2 whole square equal to 4. Then substitution same, substituting x equal to r cos theta and y equal to r sin theta. Substituting x equal to r cos theta, അതെല്ലാ ക്വസ്റ്റ്യൻസിലും എഴുതുന്നത് വളരെ നല്ലതാണ്. y equal to r sin theta, അതവിടേക്ക് കൊടുത്താൽ എന്താവും? r cos theta x equal to r cos theta whole square plus r sin theta minus 2 whole square equal to 4. Rearrange ചെയ്യാം. This is r square cos square theta plus ഇവിടെ a minus b whole square, r square sin square theta minus 2ab ടേമിൽ 2 into 2 4r sin theta plus 4 equal to 4 എന്ന് എഴുതാം. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരേ സൈഡിൽ 4നെ കാണുന്നുണ്ട്. അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. This terms can be combined. r square into cos square theta plus sin square theta equal to 4r sin theta എന്ന് ഞാൻ എഴുതുകയാണ്. അതിൻ്റെ സൈൻ ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്നത്. cos square theta plus sin square theta 1 ആണ്. You write r square equal to 4r sin theta. r square equal to 4r square equal to 4r sin theta. 4r sin theta. ഒരു ക്യാൻസലേഷനും കൂടെ ഉണ്ട്. r ക്യാൻസൽ ചെയ്യാം. r equal to 4 sin theta എന്ന ഇക്വേഷനെ നമുക്ക് റീറൈറ്റ് ചെയ്യാം. That is the polar form corresponding to x square plus y minus 2 whole square equal to 4 is r equal to 4 sin theta. Then we can see another question. The fourth question. X square plus y square equal to 4x. X square plus y square equal to 4x എന്ന കാർട്ടീഷ്യൻ ഫോം തരുവാണെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള പോളാർ ഫോം നമുക്ക് കണ്ടുപിടിക്കാം. Substituting x equal to r cos theta, ഞാൻ എഴുതേണ്ട കാര്യമില്ല. y equal to r sin theta, you get x square r cos x equal to r cos theta whole square plus r sin theta whole square equal to 4x. 4 into x equal to r cos theta. 4 into r cos theta. Left side simplifies to r square into common ആണെന്ന് നിങ്ങൾക്കറിയാം cos square theta plus sin square theta equal to 4r cos theta. That is r square equal to 4r cos theta. r square equal to 4r cos theta. ഒരു r കട്ട് ചെയ്യാം. r equal to 4 cos theta എന്ന് നമുക്ക് ആൻസർ കിട്ടും. r equal to 4 cos theta. ഇങ്ങനെ നമുക്ക് കാർട്ടീഷ്യൻ ഫോംസ് തന്നാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളാർ ഇക്വേഷൻസ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. വേറെ ഒന്നും ഓർക്കാനില്ല. എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ കൂടുതൽ പ്രോബ്ലംസ് നിങ്ങളിതിൽ ചെയ്ത് നോക്കുക. ഞാൻ കുറച്ച് പ്രോബ്ലംസും കൂടി തരാം. അപ്പോൾ നമ്മൾ പോളാർ ടു കാർട്ടീഷ്യനും കാർട്ടീഷ്യൻ ടു പോളാറും കൺവേർഷൻ ചെയ്തിട്ടുണ്ട്. ഇനി പോയിന്റ്സിൻ്റെ പോളാർ കാർട്ടീഷ്യൻ കൺവേർഷൻസ്. കാർട്ടീഷ്യൻ പോയിന്റ്സിനെ പോളാർ പോയിന്റ്സ് ആക്കുന്നത് എങ്ങനെയാണ്, പോളാർ പോയിന്റ്സിനെ കാർട്ടീഷ്യൻ പോയിന്റ്സ് ആക്കുന്നത് എങ്ങനെയാണ്, ഒരു കാർട്ടീഷ്യൻ പോയിന്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളാർ ഫോംസ് ഏതൊക്കെയാണ്, അങ്ങനെ പോയിന്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിനൊരു പോളാർ ഗ്രാഫ് പേപ്പർ നമുക്ക് ആവശ്യമുണ്ട്. കാർട്ടീഷ്യൻ ഗ്രാഫ് പേപ്പർ നിങ്ങൾ ഗ്രാഫ്സ് വരയ്ക്കാൻ എപ്പോഴും റെക്കോർഡ്സിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇക്വലൻ്റ് ആയിട്ടൊരു പോളാർ ഗ്രാഫ് പേപ്പർ ഉണ്ട്. ആ ഗ്രാഫിക്കൽ സിസ്റ്റത്തെ പരിചയപ്പെട്ട് പോളാർ കോർഡിനേറ്റ്സിലേക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിനെ കൺവേർട്ട് ചെയ്യുന്നതാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ അതായിരുന്നു സെക്ഷനിലെ ആദ്യ ഭാഗം. പക്ഷെ നിങ്ങൾക്ക് അത് അത്ര എളുപ്പമായിട്ട് ആദ്യം തോന്നുന്നില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ ഒന്ന് ഓർഡർ ചേഞ്ച് ചെയ്തതാണ്. ഇതാണെങ്കിൽ കുറേ കൂടെ എളുപ്പത്തിൽ ഇക്വലന്റ് ഫോംസ് കാർട്ടീഷ്യൻ ടു പോളാർ, പോളാർ ടു കാർട്ടീഷ്യൻ പെട്ടെന്ന് മനസ്സിലാവും എന്നുള്ളതുകൊണ്ട് ചെയ്തതാണ്. ഇതിനുശേഷം നമുക്ക് കോർഡിനേറ്റ്സിന്റെ പോളാർ കാർട്ടീഷ്യൻ കൺവേർഷനിലേക്കാണ് പോകേണ്ടത്. അടുത്ത ക്ലാസ്സിൽ അത് തീർച്ചയായിട്ടും കാണാം. താങ്ക് യു.